വന്നിട്ടുണ്ട് ഞാൻ വന്നിട്ടുണ്ട് ഞാൻ വന്നിട്ടുണ്ട് ഞാൻ വന്നിട്ടുണ്ട്. നീ എന്തിനാ എങ്ങനെ പേടിക്കുന്നത്? അതൊന്നും പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല. അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരെ തേടിയായിരിക്കും ആത്മാവ് വരുന്നത്. അതിന് നിത്യക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ. എന്നാ അമ്മയോട് ആര് പറഞ്ഞു? നിത്യക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അമ്മ. അവളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിന്റെ പേര് കേൾക്കുന്ന പോലും അവക്ക് അറപ്പായിരുന്നു. എനിക്കിഷ്ടമായിരുന്നല്ലോ. നിനക്കോ? എന്നോട് തന്നെ പറയണോ നിന്റെ ഈ നുണ? അമ്മ വെറുതെ എന്നോട് തർക്കിക്കാനൊന്നും വരണ്ട. അല്ലെങ്കിൽ പനിയാ അപ്പോഴാ. അല്ലമ്മേ, ഈ ആത്മാവുണ്ടെന്ന് പറയുന്നത് സത്യമാണല്ലേ? പിന്നെ സത്യമല്ലേ? ദുർമരണം നടന്നവരുടെ ആത്മാവ് ഈ ഭൂമി വിട്ട് പോകില്ല. എന്തിനാ അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത്? ഇവിടെ എന്തുണ്ടായിട്ടാ? തന്നെ ഉപദ്രവിച്ചവരെ മുഴുവൻ ആ ആത്മാവ് ദ്രോഹിക്കും. പിന്നെ അങ്ങനൊന്നുമില്ല. നിനക്കെന്തറിയാം ആത്മാവിനെ കുറിച്ച്? നീ കണ്ടോ, ഒരു കലക്ക് കലക്കിയിട്ടേ നിത്യയുടെ ആത്മാവ് ഈ ഭൂമി വിട്ടു പോകൂ. ഒരു രഹസ്യം ഞാൻ പറയാം. ഇന്നലെ രാത്രി നിത്യയുടെ ആത്മാവ് എന്റെ അടുത്ത് വന്നിരുന്നു. അയ്യോ, സ്വപ്നത്തില്. സ്വപ്നത്തിലായിരുന്നു? സ്വപ്നത്തിലായിരുന്നോ നേരിട്ടായിരുന്നോ എന്ന് ആർക്കറിയാം. എന്തായാലും നിത്യ കണക്ക് തീർക്കാൻ തീരുമാനിച്ചതായിട്ടാ എനിക്ക് തോന്നിയത്. അവളെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ആരായാലും അവരെ അവള് വെറുതെ വിടില്ല. ജീവിച്ചിരുന്ന നിത്യയെക്കാളും അപകടകാരിയായിരിക്കും മരിച്ച നിത്യ. അവൾക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. കരയല്ലേ പാർവതി? ഞാനൊരു അമ്മയല്ലേ, ഞാനിതെങ്ങനെ സഹിക്കും? രണ്ട് മക്കളും പോയി, എനിക്കിനി ജീവിക്കണ്ട. മക്കൾ മരിക്കുന്നതിനേക്കാൾ വലിയ ദുഃഖം വേറെ വരാനില്ലല്ലോ അച്ഛനമ്മമാർക്ക്. ആ ദുഃഖം ഒരിക്കലും മാറത്തുമില്ല. പക്ഷേ മകളുടെ സ്ഥാനത്ത്